സംവിധായക, സാഹസികവും ദുർഘടപരവുമായ ഒരു യാത്രയായി പോയല്ലോ ഇത്. ഈ പ്രദേശത്ത് മനുഷ്യരാരും ഇല്ലെന്നാ തോന്നുന്നു. എല്ലാം പ്രേതങ്ങളായിരിക്കും. എന്നാൽ ഒരു പ്രേതത്തിനെങ്കിലും കണ്ടിരുന്ന വഴിയെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. പക്ഷേ അത് ആരും ഒരുത്തം നിൽക്കുന്നു. അമ്മവാ. സംവിധായക, വേണ്ട, അതുമല്ല പ്രേതമായിരിക്കും. പ്രേതമാണേലും വഴിയറിയാം. ഹേ അമ്മവാ, ഈ കുറവമ്പാറ എസ്റ്റേറ്റ് ബംഗ്ലാവ് എവിടെയാണ്? ശരി, വരട്ടെ. വരൂ. സംവിധായക, ഇതൊരു ഭാർഗവീ നിലയം പോലെ ഇരിക്കും. കഥയങ്ങ് മാറ്റിക്കളഞ്ഞാലോ? അത് ഞാൻ സംവിധാനം ചെയ്ത് കഴിയുമ്പോ കഥ താനെ അങ്ങ് മാറിക്കൊള്ളും. പ്രതാപൻ, സംവിധായക, ഭയാനകവും ഭീകരവുമാണല്ലോ ഇവിടം. പ്രതാപൻ, ഭയപ്പെടുത്തി കളഞ്ഞല്ല ആശാനെ. നിങ്ങൾ ഭയമില്ലാത്ത കൂട്ടരല്ലേ? ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. ഞാൻ ഭയന്നില്ല, ബഷീറാണ് ഭയന്ന്. ഇരിക്കും. നല്ല മനോഹരമായ സ്ഥലം, പക്ഷെ ഇവിടെ എത്തിക്കിട്ടാനാണ് പ്രയാസം. നിങ്ങൾ ആദ്യമായിട്ട് വന്നല്ലേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. വൺ വിത്തൗട്ട് ഷുഗർ. കലാകാരൻ ഞങ്ങൾ ഒറ്റയ്ക്കാക്കിട്ട് പോയി കളയരുത്. ഇവിടെ സെർവൻസ് ആരുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ പ്രേതമൊന്നും ഇല്ലെങ്കിലും ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത് ഇച്ചിരി കട്ടിയാ. കട്ടിയാ. ഈ വീട് വാങ്ങുന്നതിനോട് എല്ലാവർക്കും ഏർപ്പായിരുന്നു. പിന്നെ എന്തിനാ കലാകാര ഇത് വാങ്ങിച്ചത്? ചുളുവി കിട്ടി വാങ്ങിച്ചു. എത്ര ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു ജോലിക്കാരനെ പോലും കിട്ടിയില്ല. അതിന്റെ കാരണം പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ താമസം തുടങ്ങിയ അന്ന് രാത്രി
എവിടെയോ കളഞ്ഞുപോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. ആരാ അത്? നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്? ഒരു സുഹൃത്താണെന്ന് കരുതിക്കൊള്ളൂ. സുഹൃത്തോ? നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ മുൻപിൽ. ഭയപ്പെടണ്ട, ഇവിടെ വരുന്ന ആരെയും ഞാൻ ഉപദ്രവിക്കില്ല. പക്ഷേ ഒരു കാരണവശാലും സ്ത്രീകൾ ഇവിടെ വരരുത്. അത് മാത്രം ഞാൻ പൊറുക്കില്ല. കാരണം അതൊരു വലിയ കഥയാണ്. കഥയോ? എന്ത് കഥ? എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ സ്വന്തം കഥ. കഥ പറയുന്ന ആളിനെ നേരിൽ കാണാതെ? ഇല്ല, എനിക്ക് രൂപമില്ല. ഈ ഭൂമിയിലുള്ള ഏത് രൂപവും എനിക്ക് കൈക്കൊള്ളാം. നിങ്ങളുടെ ഇടത്ത് വശത്ത് ചുവരിലേക്ക് നോക്കൂ. ആ രൂപവും എന്റേതാകാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ജീവിച്ചിരുന്നപ്പോഴുള്ള എന്റെ രൂപമാണ്. എവിടെയോ കളഞ്ഞുപോയ ആ കൗമാരം ഇന്നും ഞാൻ എന്റെ ഉള്ളിൽ തിരയുന്നു. $25 ഉണ്ട് കേട്ടോ. $10 ഉണ്ട് കേട്ടോ. കടന്നു കളയാന്ന് വിചാരിച്ചു. പണം കൊടുക്കും. പൊന്നു മോനെ, ഈ ആഴ്ച ഒന്ന് ക്ഷമിക്കേ. എന്റെ മോക്ക് പ്രസവ ദീന. അടുത്ത ആഴ്ച ഒന്നായിട്ട് കൂട്ടിത്തരാം. വാരടിക്കാതെ പണം എടുക്കളവാ. ഇതുവരെ ഞമ്മള് മുടക്കിയോ മോനെ? 50 റുപ്യ തന്നിട്ട് 150 റുപ്യ പലിശ തന്നില്ലേ? കണക്ക് പറയണോ? അല്ല മോനെ, ഇത്തവണ ശമ്പളം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പലിശയ്ക്കുള്ളതുണ്ടല്ലോ. മോനെ മോനെ, അയ്യോ! ആ കാശ് തിരിച്ചു കൊടുക്ക. നീ ആരാടാ ചോദിക്കാൻ? മുതലിന്റെ ഇരട്ടി പലിശ കിട്ടിയിട്ടും ഒരാഴ്ചയോടെ നിനക്ക് ക്ഷമിക്കാമല്ലേ? ന്യായം പറയാതെ പോടാ. കൊടുക്കാനുള്ള പണം അടുത്ത ആഴ്ച കൊടുത്തേക്കണം. ഓ, ഇത് കൂടുതലുണ്ട് മോനെ.